കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്ക പെണ്ണേ. പട പട പടക്കണ ഹാർട്ട് നീ പിണങ്ങിയാൽ ഉടനെ അറ്റാക്ക്. കത്തിക്കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക്. കരിമ്പിന്റെ രസഗുള നീ തന്നെ, സുഖത്തിന്റെ സരിഗമ നീ തന്നെ. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുളിപ്പിച്ച് വലിക്കല്ലേ മിടുക്കിപ്പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്കപ്പെണ്ണേ. പേര് കേട്ട തറവാടി പോക്കിരിക്കുതെമ്മാടി. പേര് കേട്ട തറവാടി പോക്കിരിക്കുതെമ്മാടി. മണ്ണിലെ സത്യമേ സോമകന്യകേ, സടകുടഞ്ഞ വില്ലാളി ചോരയുള്ള പോരാടി. ഇന്ദ്രനും ചന്ദ്രനും ബന്ധുവാണു നീ, ചന്തമോടെ എന്നും നീയോ എന്റേതല്ലേ സുന്ദരി. അന്തിവെട്ടമാറും നേരം സ്വന്തം നീയേ കൺമണി. ചട ചട തുളുമ്പടി കരളിന്റെ കൂട്ടത്തിൽ അണിയായി ഉടനെ നിറയാൻ വരണേ. വറി വറി എനിക്കില്ല പതുക്കെന്റെ മതി മതി നുര വളരും തിരുമധുരം നുകരാൻ. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ലേ മിടുക്കിപ്പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്കപ്പെണ്ണേ. छन 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 बोले सुन 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 आयल चल खाड़ी तो बोले गाओ ना नाचो ना. आयल चल खाड़ी तो बोले गाओ ना नाचो ना, गाओ ना नाचो ना. आके मेरे पास ना 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 ना. തൊട്ടടുത്ത് വന്നിടാം പൊട്ടുകുത്തി നിന്നിടാം. പൂങ്കവിൾ തന്നിലായി ജന്മപുണ്യമേ. മതിമറന്നൊരാവേശം നീ പതിഞ്ഞൊരീ നേരം. വീരമായി മാറണേ സ്നേഹതീർത്ഥമേ. ചുംബനങ്ങൾ ഓരോ നീ സമ്മാനം പോൽ വാങ്ങണേ. ചുട്ടുപൊള്ളും ഉള്ളിൽ നീയോരൊക്കം രൊക്കം ചേരണേ. അടിമുടി കസറിയ കനവിന് ചിറകടി കൊതിയൊന്നിളകി സുഖമോ ചിതറി. കലയുടെ കൊടുമുടി കയറിയ മനസ്സിന് കഥകളിയും പടയണിയും തിറയും. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ലേ മിടുക്കിപ്പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്കപ്പെണ്ണേ. പട പട പടക്കണ ഹാർട്ട് നീ പിണങ്ങിയാൽ ഉടനെ അറ്റാക്ക്. കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക്. കരിമ്പിന്റെ രസഗുള നീ തന്നെ, സുഖത്തിന്റെ സരിഗമ നീ തന്നെ. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ലേ മിടുക്കിപ്പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്കപ്പെണ്ണേ കുടുക്കപ്പെണ്ണേ കുടുക്കപ്പെണ്ണേ. അത് കലക്കി. അജലേ
ഹലോ. തകർത്തു. താങ്ക് യു. നീ ഇങ്ങോട്ട് ജീവിക്കായിരുന്നല്ലോ, അഭിനയിക്കാണെന്ന് ഞങ്ങക്ക് തോന്നിയില്ല. അഭിനയിച്ചതാ ശരിക്കും, അഭിനയിച്ചതാ. ആണോ ഷാനിക്ക? എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നിയില്ല. അത് സത്യം പറയടാ, കറക്റ്റ് എത്ര അടിച്ചിട്ടാ വന്നത്? ചെറുതായിട്ട് ഇവിടുന്ന് പഠിച്ചതേ ഉള്ളൂ. അതിന്റെ ഇടയിൽ വേറൊരുത്തിനെ കൂട്ടുപിടിച്ചതാണ്. അതെ, അവനാണെങ്കിൽ 2 സിപ്പ് അടിച്ചു. തീർന്നു. നല്ല ബെസ്റ്റ് കൂട്ട്. അടിപൊളിയായിരുന്നു. ചോദിക്കാം ഷാനിക്ക. അജലേ സാർ, നല്ലതായിരുന്നടാ. താങ്ക് യു സാർ. കുറച്ചുകൂടെ പവർ വേണമായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ ഈ ഒരു സോങ്ങിന് വേണ്ട ഒരു സ്വാഗ് ഉണ്ട്. ആ ഒരു സ്വാഗ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ളൊരു പാട്ട് ആക്ച്വലി പിച്ചിൽ പാടിയാലും പ്രശ്നമാണ്. ഇത് കുറച്ച് പിച്ച് ഔട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ വേണം, എന്നാൽ ആണ് അതിൻ്റെ ഒരു രസം ഉണ്ടാവണേ. പക്ഷെ അത് രസമായിരുന്നു. മാത്രമല്ല, അടിച്ച സാധനത്തിനൊരു ക്വാളിറ്റി ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കും, പെട്ടെന്ന് സംഭവിക്കും. രസമായിരുന്നു അതിലെ, നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഡാൻസ് ഒക്കെ എന്തായിരുന്നു, കലക്കി. മൊത്തത്തിൽ ആ ഒരു ആക്ട് വർക്കായി എന്നുള്ളതാണ്. ആ ഹോൾ ആക്ട്. ഈവൻ ഫായിസ് വന്ന് ജോയിൻ ചെയ്തതും പിന്നെ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഫായിസ് ഉണ്ട്, ഒരു മഞ്ഞ തട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ ഫായിസ് വരുന്നു. അത് ആ ഒരു മൊത്തം സംഭവം അടിപൊളിയായിരുന്നു. ഫായിസും എല്ലാവർക്കും ഇതൊക്കെ നല്ല ശീലമുള്ളത് പോലെയാണ് അവർ അഭിനയിച്ചത്. അതെ അജലെ, ഇതാണ് ആ ഒരു പെപ്പി നമ്പറിന് വേണ്ട ഒരു ആക്ടും പരിപാടികളും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ശരത് സർ. അജലേ സാർ, അജൽ എന്നൊരു പേരിട്ടിട്ട് നീ വെള്ളത്തിൽ കിടക്കുകയാണല്ലോടാ ചെറുക്ക. അങ്ങനൊന്നുമില്ല സാർ. ഇത് എന്താണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് പറഞ്ഞോ? ഇല്ല, ഇത് ഹലോ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ഇത് അലക്സ് പോൾ സാറാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. വയലാർ ശരത്ചന്ദ്ര വർമ്മ സാറാണ് എഴുതിയേക്കുന്നത്. ഇത് പാടിയേക്കുന്നത് എം ജി ശ്രീകുമാർ സാറും സംഗീത പ്രഭു എന്ന മാമുമാണ്. ഓക്കെ, ഗുഡ്. നല്ലൊരു എന്താ പറയണ്ട, ഒരു ഗുമ്മുള്ള പാട്ടാണ്. നല്ല, അത് എം ജി അണ്ണൻ അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്, അത് പറയേണ്ട കാര്യമില്ല, ഒരു നിവൃത്തിയില്ല. അത് കട്ടുകിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു പാടിയിട്ടുണ്ട്. നീ തുടങ്ങിയപ്പോൾ എനിക്ക് നിൻ്റെ ആ ഒരു ലയം എനിക്ക് അത്ര ബോധിച്ചിട്ടില്ല. അല്ല, പിന്നെ ഈ ലിറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതോ ചെറിയ തോതിൽ എന്തോ വ്യത്യാസം പറ്റി. പൊക്കോട്ടെ, അതൊന്നും ഒരു ഇഷ്യൂ അല്ലടാ. മറ്റേതെല്ലാം എന്താ പറയുക, ഈ ഒരു പാട്ട് തരേണ്ട ഓളം നീ പാടുമ്പോൾ കിട്ടിയിട്ടുണ്ട്, അത് മതി. പിന്നെ നല്ല രസമായിട്ട് പെർഫോം ചെയ്തു, അത് പറയാതിരിക്കാൻ പോയാൽ. പിന്നെ നമ്മുടെ ആ ബാൻഡുള്ള ചെക്കനും വന്ന് കലക്കി, അവന് ഉഴുതു മറിച്ചു. അല്ല, നീ ഇങ്ങനെ എന്താ പറയണ്ട, സ്ത്രീകളൊക്കെ വന്നാൽ നീ അങ്ങ് അതിലെ വീഴുവോ? അല്ല, പിന്നെ നീ എന്തിനാ അതിനെ കുടിക്കാനിരുത്തി അവിടെ കൊണ്ട്? ഗോവിന്ദന്റെ സന്തോഷം പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു, എനിക്ക് കുറെ എൻജോയ് ചെയ്തു. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ചേച്ചി. അജൽ മാം. ഹലോ. എന്താണ് അജൽ അല്ലേ ഇത് എഴുതിയത്? ഞാൻ എഴുതിയ. എനിക്ക് സത്യത്തിൽ ഇതെന്താന്ന് മനസ്സിലായില്ല. ഏതാ? അലക്സ് പോൾ, വയലാർ ശരത് ചന്ദ്ര വർമ്മ, എം ജി ശ്രീകുമാർ സംഗീതം ചെയ്തു. ഹലോ. അങ്ങനെ എഴുതിയ? ഹലോ പടത്തിന്റെ ഹലോ അങ്ങനെ എഴുതിയത്. ഓക്കെ, എന്താണത്? വായിക്കാനും നല്ല രസമുണ്ട്. എം ജി ശ്രീകുമാർ സംഗീതം ചെയ്തു. ഹലോ. പക്ഷേ അല്ല, ഷാൻ അങ്ങനെയാണ് വായിച്ചത്. സംഗീത പ്രഭു എന്നാണ് അവൻ എഴുതിയത്. അതാണ് എം ജി ശ്രീകുമാർ സംഗീത പ്രഭു. ഒന്ന് ഇത് എന്താണെന്ന് എഴുതണ്ടേ? ഞാൻ വിചാരിച്ചു ഇത് എന്താ ക്യാരക്ടർ ആയതാണോ, അവസാനം മറ്റേ അവിടെ ഇരുന്ന് എഴുതിയതാണോ എന്നുള്ള ഒരു സംശയത്തിലെത്തി. മൊത്തത്തില് ഭയങ്കര കൊറിയോഗ്രാഫി ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു മാം. സൂപ്പറായിട്ട്. കാരണം എം ജി ശ്രീകുമാർ സാറിന്റെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര എനർജിയാണ്. അദ്ദേഹം ഏത് പാട്ട് പാടുമ്പോഴും സ്റ്റേജ് പാടുമ്പോഴാണെങ്കിൽ പോലും ആ എനർജി ലെവലുണ്ട്. അപ്പം മോൻ അതിനോട് എത്താൻ ശ്രമിച്ചു എന്ന് പറയാം. ബട്ട് അജലിന് എനിക്ക് തോന്നുന്നു ഇതിന് മുന്നത്തെ പെർഫോമൻസിൽ ഞാൻ പറഞ്ഞിരുന്നു കുറച്ചുകൂടി ഒരു പവർ, കുറച്ചുകൂടെ പവർ ആവാം. ബ്യൂട്ടിഫുൾ സോങ് ആണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ കൂടിയാണ്. കാരണം ഒന്നാമത് അലക്സ് പോൾ സാറിൻ്റെ സംഗീതമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് ഒരുപാട് പാട്ടുകൾ അദ്ദേഹം തന്നിട്ടുണ്ട് പാടാൻ. സോ ഐ വാസ് റിയലി ലക്കി. അത് മാത്രമല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാട്ട് എഴുതുന്നത്. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഒരു ഭജനുണ്ട്, അത് ഇങ്ങനെ എഴുതാനുള്ള ഒരു അവസരം
ഉണ്ടായി, അങ്ങനെ എഴുതി പാടി. അതേപോലെ ഈ പടത്തിൽ വേറൊരു മഴവില്ലിൻ അങ്ങനെ ഒരു പാട്ടും കൂടി. അപ്പം അലക്സ് സാറിന് ഈ ഒരു അവസരത്തിൽ ഒരുപാട് നന്ദി. അപ്പം സാറിൻ്റെ ഈ ഒരു പാട്ട് കൊണ്ടുവന്നത് കൊണ്ടും അത് വിട്ട് അടിച്ച് പൊളിച്ച് പാടിയതിനും വലിയ കൈഡി. താങ്ക് യു മാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ അജൽ, മാർക്സ് ചോദിക്കാം. ശരത് സർ, എന്തോ എത്രയാണ് അജലിന്റെ മാർക്ക്? ഇവനോ മാർക്കോ? എനിക്കിഷ്ടം. എനിക്ക് ഒന്നാമത് വെള്ളം അടിക്കുന്നവരെ വലിയ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കിഷ്ടമല്ല. എനിക്ക് വെള്ളപിടിയെ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് നിനക്ക് മാർക്കില്ല, ഒരു തേങ്ങാക്കൊലയില്ല. എന്നാ ശരിയെടാ, ഇറങ്ങി പടാ. പെട്ടിയാണോ? ഡ്രസ്സാണോ? ഡ്രസ് ഷർട്ടാണ്. ഷർട്ട്. ഹായ്. ശരത് സാറിന്റെ വക gift അജലിന്. താങ്ക് യു സാർ. താങ്ക് യു. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷർട്ട് വാങ്ങാനുള്ളൊരു? അല്ല, ഇവൻ ഒരുമാതിരി വൃത്തികെട്ട വേഷത്തിൽ ഇവിടെ നടക്കുന്ന കെട്ടി. അപ്പോഴേ അവനെ വിളിച്ചു. ഒന്നാമത് അവന്റെ ഷർട്ടിനകത്ത് എനിക്കും കൂടെ കയറാൻ പാകത്തിനകത്തായിരുന്നു. അവനെന്നെ ഇപ്പൊ ഇട്ടേക്കണോ? അതുപോലെ അത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, രണ്ട് ഉടുപ്പ് നിന്റെ സൈസിന് ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അത് വാക്ക്, നമ്മുടെ ഒരു വാക്കിന് വില വേണം. അതുകൊണ്ട് ഞാനത് മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഇത് വരട്ടെ. ഇതിടാം. അതെ, ഇട്ടോണ്ട് വാ. താങ്ക് യു Thank you. സർ. അജലേ സാർ 8.8. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.7. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി, ഗാനക്കുടത്തിലേക്ക് അജലിന്റെ മാർക്സ് ഞാൻ എന്താ കൈമാറി. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 17.5. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Ni pa maga sa sa